വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. പുനരുത്ഥാനം നിഷേധിക്കുന്ന സദൂക്കയരിൽ ചിലർ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു. അവൻ സന്താനമില്ലാതെ മരിച്ചു. അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു. അങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല. മോശ പോലും മുൾപ്പടർപ്പിൽ വെച്ച് കർത്താവിനെ അബ്രഹാത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. നിയമജ്ഞരിൽ ചിലർ, ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ പിന്നീട് അവർ മുതിർന്നില്ല. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രശ്നം ഉന്നയിക്കുന്ന ഒരു ഭാഗമാണ് 20-ാമത്തെ അധ്യായത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. രണ്ടാമതായിട്ട് അതിന് യേശു കൊടുക്കുന്ന മറുപടി, അത് 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അവസാന ഭാഗത്ത് അതിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു യേശുവിനെ പരീക്ഷിക്കുവാനായി വന്ന സദൂക്കയർക്ക് ഉണ്ടായത് എന്ന് 39-40 വാക്യങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ്. മരിച്ചവരുടെ ഉത്ഥാനത്തെ സംബന്ധിച്ച് സദൂക്കയർ യേശുവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. കർത്താവ് അതിന് നൽകുന്ന ഉത്തരവും അതിൻ്റെ പ്രതിഫലനവും നാം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇവിടെ ആദ്യമായിട്ടാണ് സദൂക്കയർ യേശുവിനെ പരീക്ഷിക്കുവാൻ കടന്നു വരുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഫരിസേയർ എപ്പോഴും അവിടുത്തെ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സദൂക്കയർ ആദ്യമായിട്ടാണ് യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് കടന്നു വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ചില ധാരണകൾ വെച്ചു പുലർത്തിയ ആളുകളാണ്. ഒന്നാമതായിട്ട് പുനരുത്ഥാനം ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളായിരുന്നു അവർ. രണ്ടാമതായിട്ട് മാലാഖമാരുടെ അസ്തിത്വത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. മൂന്നാമതായിട്ട് മോശയുടെ നിയമങ്ങളും അതേപോലെ തന്നെ പ്രകൃതിയുടെ നിയമങ്ങളും മാത്രമേ അവർ അംഗീകരിച്ചിരുന്നുള്ളൂ. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിയന്ത്രണ ശക്തികളായി ഈ പ്രപഞ്ചത്തെയും അതേപോലെ മോശയുടെ നിയമത്തെയും അംഗീകരിച്ചിരുന്ന അവർ യഹൂദ നിയമങ്ങളിലെ ഫരിസേയരെ പോലെ ആയിരുന്നില്ല. ഫരിസേയർ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം അവർ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. സുവിശേഷങ്ങൾ
സന്ദർഭമനുസരിച്ച് യേശു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ തൻ്റെ പീഡാനുഭവം, മരണം, പുനരുത്ഥാനം, ഈ മഹാസംഭവങ്ങളെയൊക്കെ അനുസ്മരിക്കുവാൻ പോകുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ നമ്മൾ കാണുവാൻ. ഈ സാഹചര്യത്തിൽ ഉത്ഥാനം വിശ്വാസം പൊള്ളയാണെന്നും കാട്ടുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് സദൂക്കയർ യേശുവിനെ സമീപിക്കുന്നത്. പഴയ നിയമത്തിലെ ലേവായ വിവാഹ നിയമ ആവർത്തന പുസ്തകം 25-ാം അധ്യായം 5-ാം വാക്യത്തിലും റൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നു. അതിനെ ആധാരമാക്കിയാണ് സദൂക്കയർ ചോദ്യം ഉന്നയിക്കുന്നത്. ശരീരത്തോടു കൂടിയ ഉയർപ്പ് അസാധ്യമെന്ന് കാണുന്ന വചനമാണ് അവിടെ കാണുന്നത്. വിവാഹിതനായ ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ്റെ ഭാര്യയെ അവൻ്റെ തന്നെ സഹോദരൻ വിവാഹം കഴിക്കണം. അങ്ങനെ അവളിൽ നിന്ന് സന്താനം ഉൽപ്പാദിപ്പിച്ച് തങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്നുള്ളതാണ് അവരുടെ നിയമം. ഇവിടെ ഒരു സഹോദരൻ വിവാഹം കഴിച്ചു, സന്താനമില്ലാതെ മരിക്കുന്നു. അവൻ്റെ സഹോദരൻ അതേ ഭാര്യയെ വിവാഹം കഴിക്കുന്നു, അവനും സന്താനമില്ലാതെ മരിക്കുന്നു. മൂന്നാമത്തവനും. അങ്ങനെ 7 സഹോദരന്മാർ അവളെ വിവാഹം കഴിച്ചു, അവളും പിന്നീട് മരിക്കുന്നു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? ഇതാണ് അവരുടെ ചോദ്യം, സദൂക്കയരുടെ ചോദ്യം. ഇതിന് എന്തുത്തരമാണ് യേശു പറയുവാൻ പോകുന്നത്? ഇപ്പോൾ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്കയർ അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു വിധത്തിൽ മാനുഷികമായി അത് അസാധ്യമായി നമുക്ക് തോന്നിയേക്കാം. ഒരു സ്ത്രീയെ 7 സഹോദരന്മാർ വിവാഹം കഴിക്കുന്നു. അവരുടെ ആ ഉദ്ദേശമെന്ന് പറയുന്നത് അവരുടെ ഭൂസ്വത്ത് മറ്റാർക്കും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അത് അവർക്കായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ 7 സഹോദരന്മാർ അവളെ വിവാഹം കഴിക്കുന്നു. അവസാനം ആ സഹോദരന്മാർ മക്കളില്ലാതെ മരിക്കുന്നു, ആ ഭാര്യയും മരിക്കുന്നു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയർത്തുന്നത്. കുടുംബം നിലനിർത്തുക, കുടുംബസ്വത്ത് നഷ്ടപ്പെടാതിരിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശം എങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ അതിന് കൊടുക്കുന്ന മറുപടി നാം കാണുമ്പോൾ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ ആ ചോദ്യത്തിൻ്റെ മുന ഒടിച്ചു കളയുന്ന രീതിയിലുള്ള ഒരു ഉത്തരമാണ് യേശു അവർക്ക് കൊടുക്കുന്നത്. ഉത്ഥാന മരണാനന്തര ജീവിതത്തെയും ആ അവസ്ഥയിലുള്ള മനുഷ്യബന്ധത്തെയും കുറിച്ച് അവരുടെ ധാരണ, സദൂക്കയരുടെ ധാരണ തെറ്റാണ് എന്ന് യേശു സൂചിപ്പിക്കുകയാണ്. പുനരുത്ഥാനത്തിന് ശേഷം അവർ ദൈവത്തോടുകൂടി ആയിരിക്കുന്ന ഒരനുഭവത്തിലേക്കാണ് വിളിക്കപ്പെടുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരുടെ സ്നേഹവും അവരുടെ സഹകരണവും ഒക്കെ കാഴ്ചവെക്കുന്നതിന് കുടുംബവും സംവിധാനങ്ങളുമൊക്കെ അവർ നടത്തുന്നു. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തോടുകൂടി നിരന്തരമായി ആയിരിക്കുന്ന അവർക്ക് ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് ഉത്ഥാന ജീവിതത്തിൻ്റെ സ്വഭാവം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കുന്ന അഹങ്കാര മനസ്ഥിതിയുള്ള വിഡ്ഢികൾ ആരാണെന്ന് യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വിവാഹബന്ധവും മക്കളെ ജനിപ്പിക്കുന്നതും ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടിയാണ്. എന്നാൽ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകത ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ ഇല്ല. അതിൻ്റെ ആവശ്യകത ഇല്ലാത്തതിൻ്റെ കാരണം അവർ ദൈവത്തോടു കൂടി ആയിരിക്കുന്നു. ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ അവർക്ക് ഒന്നിനും ഒരു കുറവില്ല. ഒരു സ്നേഹ സമൂഹത്തിലാണ് അവർ. അവിടെ പിന്നെ വിവാഹത്തിൻ്റെ ആവശ്യമില്ല, സന്താനോൽപാദനത്തിൻ്റെ ആവശ്യമില്ല.
ഈ ലോകത്തിലുള്ളതുപോലെയുള്ള ആവശ്യങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് യേശു പറയുന്നത്. ഉദ്ധാന ജീവിതത്തിലെ ബന്ധം ഈ ലോക ജീവിതത്തിലെ പോലെയല്ല. അവിടെ മരണമില്ല, കുടുംബം തുടരേണ്ട ആവശ്യവുമില്ല. മനുഷ്യജീവൻ നിലനിർത്താൻ വേണ്ടി മർത്യരായ ജനങ്ങളെ ജനിപ്പിക്കുവാൻ ഈ ലോകത്തിൽ വിവാഹം നടത്തുകയും അങ്ങനെ കുടുംബജീവിതത്തിലൂടെ അവർ സാക്ഷാത്കാരമടയുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. അതിനാൽ അവർ ഉന്നയിച്ച പ്രശ്നം ഉത്ഥാനമില്ല എന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം ഉത്ഥാനത്തിൻ്റെ മക്കൾ, ഉത്ഥാനം ദൈവത്തോടുകൂടിയുള്ള ഒരനുഭവമാണ്. അത് നിരസിക്കുമ്പോൾ ദൈവത്തെയാണ് നിരസിക്കുന്നത്. ദൈവത്തോടുകൂടി ആയിരിക്കുന്ന ഒരനുഭവത്തിൽ ആകേണ്ടവർക്ക് ദൈവമില്ല എന്ന് കാണിക്കുവാൻ പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്കയരാണ് ഇവിടെ അങ്ങനെ ഒരു സംശയം യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവർക്കിനി മരിക്കാൻ സാധ്യമല്ല. ഉത്ഥാന ജീവിതം മരണത്തിൻ്റെ ജീവിതമല്ല, അത് ജീവൻ്റെ ഒരനുഭവമാണ്. ദൈവത്തോടുകൂടി ജീവിക്കുന്ന ഒരനുഭവമാണ്, നിത്യതയുടെ ഒരനുഭവമാണ്. ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരനുഭവമായിട്ട് വേണം അതിനെ കാണുവാൻ. ദൈവം ആത്മാവാണ്. മരണാനന്തരം ജീവിതം ആത്മീയമായ ഒരു ജീവിതമാണ്. അത് നിത്യതയിലുള്ള ഒരു ജീവിതമാണ്. ആത്മീയതയിലെ ജീവിതം നിഷേധിക്കുക പ്രായോഗികമായി ദൈവത്തെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഉദ്ധിതരാകുന്നവർ മാലാഖമാരെ പോലെയാകുന്നു. ഉദ്ധാനത്തിൻ്റെ മക്കൾ ആത്മാവായ ദൈവത്തിൻ്റെ മക്കളാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഉത്ഥാന ജീവിതത്തിൽ വിശ്വസിക്കാത്തവർ അവർ തന്നെ ആദരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന് എതിരായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് കാണുമ്പോൾ യേശു തമ്പുരാൻ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. മോശ മുൾപ്പടർപ്പിൽ വച്ച് കർത്താവിനെ അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിക്കുന്നതായി. അപ്പോൾ മോശ ദൈവത്തെ അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിക്കുന്നു. അബ്രഹാമും ഇസഹാക്കും യാക്കോബും പൂർവിക തലമുറയിലുള്ള നേതൃത്വ നിരയാണ്. അവരെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവമാണ്, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവർ ജീവിച്ചിരിക്കുന്നു. അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവരുടെ മരണശേഷം 3 തലമുറയിൽപ്പെട്ട ആളുകളാണ്. അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സത്യം യേശു അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ പിതാക്കന്മാരൊക്കെ മരിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ മോശ ദൈവത്തെ വിശേഷിപ്പിച്ചത് ജീവിച്ചിരിക്കുന്നവരുടെ ദൈവം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ദൈവം മോശയോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവം പ്രസ്തുത പൂർവിക പിതാക്കന്മാരുമായി സംഭാഷണത്തിലാണ്, അവരുമായി സഹകരണത്തിലാണ് എന്നുള്ള ഒരു സത്യം ഇവിടെ എടുത്തു പറയുകയാണ്. അതിനർത്ഥം അവർ ദൈവത്തിനു മുമ്പിൽ ജീവിക്കുന്നു, മരിച്ചവരല്ല എന്നുള്ളതാണ്. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞു വന്ന സദൂക്കയരോട് കത്തുന്ന മുൾപ്പടർപ്പിൽ മോശയുടെ അനുഭവം അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അവർ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് എന്നുള്ള സത്യമാണ്. അവർ മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതെല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അവരാരും നശിച്ചു പോയിട്ടില്ല. ജീവൻ അവൻ്റെ കരങ്ങളിലാണ്. അവനെ സംബന്ധിച്ച് സകലതും ജീവിക്കുന്നവരാണ്. യേശുവിനെ പരിഹസിക്കുവാൻ വന്നവർ യേശുവിൻ്റെ മറുപടിയിൽ പരിഹാസരായി മാറുകയാണ്. പുരാതന സഭകളെല്ലാം തന്നെ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുമുള്ള ആവശ്യകത എടുത്തു പറയുന്നുണ്ട്. യേശുവിൻ്റെ മറുപടി ഫരിസേയരെ മാത്രമല്ല സന്തോഷിപ്പിക്കുന്നത്. ഫരിസേയർ പുനരുത്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, ഇല്ല എന്ന് പറഞ്ഞു വന്ന ആളുകളെ മാത്രമല്ല.
എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകളാണ് സദൂക്കയരും ഫരിസേയരും. അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടാകുന്നു, ഒരു ഭിന്നതയുണ്ടാകുന്നു ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് എന്ന് കാണുമ്പോൾ. ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത ആളുകൾ എപ്പോഴും വിഭജിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ തെറ്റായ ധാരണകൾ സമൂഹത്തിൽ പരത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതിന് സംശയമില്ല. ആ കാരണത്താൽ പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കുവാൻ സദൂക്കയർ മുതിരുന്നില്ല, ഫരിസേയരും മുതിരുന്നില്ല എന്നുള്ള സത്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കുവാനായി അവിടുന്ന് എന്ത് ഉത്തരം നൽകും എന്ന് മനസ്സിലാക്കി അവിടുത്തെ പുനരുത്ഥാനമില്ല എന്നുള്ള അവരുടെ ആശയം പ്രചരിപ്പിക്കുവാനായി നടത്തിയ പരിശ്രമം, പുനരുത്ഥാനത്തിൻ്റെ മക്കളാണ് നമ്മളെന്നും ദൈവത്തോടുകൂടി ജീവിക്കുന്ന ദൈവത്തോടുകൂടി നിത്യമായി ജീവിക്കുവാനുള്ളവരാണെന്നുമുള്ള ഒരു സത്യം യേശു തമ്പുരാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായത്. ആഴമായ ആത്മീയ അനുഭവം നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരനുഭവം നേടിയെടുത്ത ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുന്നത്. അത് ആവിലായിലെ അമ്മ ത്രേസ്യയാണ്. ഒക്ടോബർ മാസം 15-ാം തീയതി സഭ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആചരിക്കുകയാണ്. നവീകൃത കർമ്മലിത്ത സഭയുടെ പ്രവർത്തനങ്ങളെ നവീകരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും സന്യാസിനി സമൂഹങ്ങൾ, കർമ്മലിത്ത പാരമ്പര്യമുള്ള സന്യാസിനി സമൂഹങ്ങളെ നവീകരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലും ആഴമായ ആധ്യാത്മികതയുടെ ഉടമയെന്നുള്ള നിലയിലും മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, ആഴമായ പ്രാർത്ഥനയും ധ്യാനവും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഡൂക്കിൻ ആൾത്തം, അതിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളുടെ വലയിറക്കുക എന്ന് യേശു തമ്പുരാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആത്മീയമായ ഒരു ചൈതന്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് ആവിലായിലെ അമ്മ ത്രേസ്യ. ആവില എന്ന നഗരത്തിൽ സ്പെയിനിൽ 1515-ാം ആണ്ട് മാർച്ച് മാസം 28-ാം തീയതി അവൾ ജനിച്ചു. അവളുടെ മാതാപിതാക്കൾ അലൻസോ സാഞ്ചസ്, ബെയാട്രീസ് അഹൂദ കുലീന കുടുംബത്തിൽപ്പെട്ട വ്യക്തികളായിരുന്നു അവർ. ശിശുപ്രായത്തിലെ അഗാധമായ ദൈവാശ്രയ ബോധം ത്രേസ്യായിക്ക് ഉണ്ടായിരുന്നു. 7 വയസ്സുള്ളപ്പോൾ മുഹമ്മദീയരുടെ കരങ്ങളിൽപ്പെട്ട് അവൾ മരിക്കണം, അതിനുവേണ്ടി ആഫ്രിക്കയിലേക്ക് പോകുവാൻ താല്പര്യമെടുത്ത് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു പെൺകുട്ടിയെ നാം കാണുന്നു. അവളുടെ ഇളയപ്പൻ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അവൾ പറയുന്ന മറുപടി, എനിക്ക് ദൈവത്തെ കാണണം, ദൈവത്തെ കാണണമെങ്കിൽ അതിന് ഞാൻ മരിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. അപ്പോൾ ദൈവത്തെ കാണണമെന്നുള്ള തീവ്രമായ ആഗ്രഹം വെച്ചു പുലർത്തി ചെറുപ്രായത്തിലെ അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയായിട്ടാണ് ത്രേസ്യയെ നാം കാണുന്നത്. അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിക്കുന്നു. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ അമ്മ മരിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഏറെ സഹകരിക്കുകയും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ വ്യക്തിയുടെ മരണം അവളെ ഏറെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അവളുടെ സഹോദരൻ റോഡ്രിഗസിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറയുന്ന ഒരു വാക്യമുണ്ടായിരുന്നു, എന്നേക്കും എന്നേക്കും എന്ന്. ഞാൻ നിത്യമായി ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന്. എന്നാൽ ക്രമേണ കാലാന്തരത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതായി കാണുന്നു. ലൗകിക സന്തോഷങ്ങളിൽ മുഴുകുന്ന സാങ്കല്പികമായ കഥകളൊക്കെ വായിച്ച് അതിൽ നിർവൃതി അടയുന്ന ഒരു പെൺകുട്ടിയായി അവൾ മാറുകയാണ്. അവൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നു. ഒരു യുവാവുമായി സംഭാഷണത്തിലായിരിക്കുമ്പോൾ ഒരു പറത്തവള
അവളുടെ മുമ്പിൽ വന്ന് വീഴുകയാണ്, അതിലേ കടന്നു പോവുകയാണ്. അത് കണ്ടുകൊണ്ട് അവൾ പറയുകയാണ്, ഈ സ്നേഹിതനുമായിട്ടുള്ള സുഹൃത്തുമായിട്ടുള്ള സംഭാഷണം ദൈവത്തിന് പ്രീതികരമല്ല, അതുകൊണ്ട് ഇതെനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു പെൺകുട്ടി. തികച്ചും ലൗകിക ചിന്തകളിൽ നിന്ന് മാറി വിശുദ്ധ ജെറോമിൻ്റെ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ട് അവളുടെ പ്രാർത്ഥനാ ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും ആഴപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയായി അവൾ മാറുകയാണ്. അവൾ പറയുകയാണ്, പ്രാർത്ഥനയാണ് കൃപാവരത്തിനുള്ള വാതിൽ എന്ന്. അപ്പോൾ കൃപാവരം സ്വീകരിക്കുവാൻ പ്രാർത്ഥന ആവശ്യമാണ്. പിതാവിൻ്റെ എതിർപ്പ് പോലും പരിഗണിക്കാതെ അവൾ ഒരു സന്യാസിനിയാകുവാൻ, കർമ്മലീത്ത സന്യാസിനിയാകുവാൻ ആഗ്രഹിച്ച് 18-ാമത്തെ വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേരുന്നു. കർമ്മലീത്ത മഠത്തിൽ ചേർന്ന് ആദ്യത്തെ കുറേ മാസങ്ങൾ അവൾക്ക് അരോചകമായി തോന്നുകയാണ്. കാരണം ലൗകിക ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്ന അവളെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥമായ സംഭാഷണങ്ങൾ നിമിത്തം ആഴമായ ആധ്യാത്മികതയിൽ തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയുമോ എന്നുള്ള സംശയത്തിൽ ആയിരിക്കുമ്പോൾ അവൾ ആധ്യാത്മിക ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറുകയും 31-ാമത്തെ വയസ്സിൽ പൂർണ്ണമായി തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയുമാണ്. അവളുടെ ആത്മീയ പിതാക്കന്മാരായ വിശുദ്ധ പീറ്റർ അലക്കാന്ത്രയോടും വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയായോടും ഒക്കെ തൻ്റെ അഭിപ്രായങ്ങൾ തുടർന്ന് പറഞ്ഞ് 1561 കർമ്മലിത്ത സഭയുടെ നവീകരണത്തിനായി അവൾ പ്രവർത്തിക്കുന്നു. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോട് ചേർന്ന് കർമ്മലിത്ത സഭയുടെ പുരുഷ വിഭാഗം ഈ അമ്മ ത്രേസ്യ നവീകരിക്കുന്നു. അങ്ങനെ നിഷ്പാദക കർമ്മലീത്ത സഭ ആരംഭിക്കുകയാണ്. തൻ്റെ ജീവിതകാലത്ത് തന്നെ കർമ്മലീത്ത നിഷ്പാദക സഭയിൽ സന്യാസിനികൾക്കായി 17 മഠങ്ങളും സന്യാസികൾക്കായി 15 ആശ്രമങ്ങളും അവൾ സ്ഥാപിച്ചു. ക്രമേണ സന്യാസ ജീവിതത്തിൻ്റെ സമുന്നത പ്രാർത്ഥനാ രീതിയിലേക്ക് ത്രേസ്യ വളരുകയാണ്. ദൈവനിവേശങ്ങളും മൗതിക അനുഭവങ്ങളും സാധാരണമായി, അതായത് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, അത് ഡീപ്പ് കോണ്ടംപ്ലേഷൻ, പ്രെയർ, മെഡിറ്റേഷൻ, ഇതിൽ നിന്നാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അവൾ പറയുകയാണ്, ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇതായിരുന്നു ത്രേസ്യയുടെ ആധ്യാത്മിക വാക്യം. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. യേശുവിനോടുകൂടി സഹിക്കുക, യേശുവിനോടുകൂടി മരിക്കുക. സഹനത്തിലൂടെ മരണം കൈവരിച്ചുകൊണ്ട് ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ചെറുപ്പകാലത്തുണ്ടായിരുന്ന ആഗ്രഹമാണ് അവളിപ്പോഴും പ്രകടിപ്പിക്കുന്നത്. അവളുടെ ലോകപ്രസിദ്ധമായ സ്വയംകൃത ചരിതം, സുഹൃത സരണി, ആഭ്യന്തര ഹർമ്മം എന്നിവ ആധ്യാത്മികതയുടെ നലം നിറഞ്ഞ പുസ്തകങ്ങളാണ് എന്നുള്ളതിൽ സംശയമില്ല. അവയെല്ലാം പ്രാർത്ഥനയ്ക്കുള്ള അടയാളങ്ങളായി അവൾ ലോകത്തിന് സമ്മാനമായി നൽകുകയാണ്. 1582 ആണ്ട് ഒക്ടോബർ 4 അമ്മ ത്രേസ്യ നിര്യാതയായി. 1622 ഗ്രിഗറി 15 മാർപ്പാപ്പ അമ്മ ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നു. 1617 സ്പെയിനിൻ്റെ രക്ഷാധികാരിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. 1970 സെപ്റ്റംബർ 27 സിയന്നായിലെ വിശുദ്ധ കത്രീനായെയും ആവിലായിലെ ത്രേസ്യയെയും പോൾ 6 മാർപ്പാപ്പ വേദപാരംഗതരായി പ്രഖ്യാപിക്കുന്നു. തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ മരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പല പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലും യേശുവിനു വേണ്ടി സഹിക്കുക, യേശുവിനു വേണ്ടി മരിക്കുക അമ്മ ത്രേസ്യയുടെ ജീവിത ശൈലിയായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ സഭയിലെ ഒരംഗമായിരിക്കുക
എന്നുള്ളതിൽ ഏറെ അഭിമാനം കൊണ്ട വ്യക്തിയാണ്. അങ്ങനെ യേശുവിൻ്റെ ഒരു മകളായി സഭയുടെ അംഗമായി ജീവിക്കുവാനും മരിക്കുവാനും കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തിയായിരുന്നു അവളുടേത്. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ പരീക്ഷിക്കുവാൻ സദൂക്കയർ മുൻപോട്ട് വന്നതുപോലെ ഫരിസേയർ, അതിൽ പുനരുത്ഥാനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഫരിസേയർ നിയമങ്ങളുടെ നൂലാമാലകളിൽ നിന്നുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ അമ്മ ത്രേസ്യയെ പോലെയുള്ള ആളുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സത്യം, ഈ ലോകത്തിൽ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്നാൽ ആഴമായ പ്രാർത്ഥനയിലൂടെ, ആധ്യാത്മികതയിലൂടെ, കോണ്ടംപ്ലേഷനിലൂടെ, സ്പിരിച്വൽ എക്സ്പീരിയൻസിലൂടെ ദൈവത്തോടു കൂടി ആയിരിക്കുന്ന വലിയ അനുഭവം ഏറ്റുവാങ്ങുവാൻ നമുക്ക് കഴിയണം. ആ അനുഭവത്തിൽ നിന്നും ആർക്കും നമ്മെ വേർപെടുത്തുവാനാവില്ല. പട്ടിണിക്കോ പീഡനങ്ങൾക്കോ തെറ്റിദ്ധാരണകൾക്കോ ഒന്നിനും നമ്മെ അകറ്റുവാനാവില്ല എന്നുള്ള സത്യമാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തും അതേപോലെ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലും ഒരു സമൂഹത്തെ മുഴുവൻ നവീകരിക്കുവാൻ കഴിഞ്ഞ വ്യക്തി എന്നുള്ള നിലയിൽ സന്യാസിനി സമൂഹങ്ങളെ, കർമ്മലീത്ത സഭയുടെ സന്യാസിനി സമൂഹങ്ങളെ നവീകരിക്കുവാൻ കഴിഞ്ഞ വ്യക്തി എന്നുള്ള നിലയിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള മഹത്തുക്കളുടെ ജീവിതം നമ്മുടെ ആധ്യാത്മികതയെ ആഴപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ.